ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ സുരക്ഷാ വീഴ്ചയെന്ന് വിലപിക്കുന്നവർ അറിയാൻ അന്ന് മുതൽ ഇല്ലെങ്കിൽ അതിനു മുൻപ് മുതൽ നടന്ന കാര്യങ്ങൾ വിശദമായി തന്നെ സമയം ഉൾപ്പെടെ വിശദീകരിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. എങ്ങനെ ഈ സ്ഫോടനമുണ്ടായി, സ്ഫോടനത്തിന് ശേഷവും മുൻപും എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചത് എന്ന്. നവംബർ 10 വൈകുന്നേരം 6:55 സെൻട്രൽ ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് പുറത്ത് ഒരു കാറിൽ ബോംബ് സ്ഫോടനം നടക്കുന്നു. 13 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് 7:15 കൂടി അമിത്ഷാ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും പോലീസ് കമ്മീഷണറുമായി സംസാരിക്കുകയും ചെയ്തു. രാത്രി 9 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു. ആ വിവരങ്ങൾ ബ്രീഫ് ചെയ്യുകയുണ്ടായി രാജ്യത്തോട്. രാത്രി 9:45 അമിത്ഷാ ലാൽക്കില മെട്രോ സ്റ്റേഷനിലെത്തി ആ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ല്, ക്രൈംബ്രാഞ്ച്, NIA, NSG, FSL ഈ സംഘങ്ങൾ അപ്പോഴേക്കും തന്നെ ഈ പ്രവർത്തന സ്ഥലത്ത് എത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ ഏജൻസികൾ അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു. അന്ന് രാത്രി തന്നെ ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറിന്റെ ഉടമ ആരെ എന്നുള്ള സ്ഥിരീകരിച്ചു. HR 26 CE 7674 എന്നുള്ള I-20 കാറിന്റെ ഉടമ പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ നബി എന്ന് അറിയപ്പെടുന്ന ഉമർ മുഹമ്മദ് ആണ് എന്ന് തിരിച്ചറിഞ്ഞു. ഈ കാറിൽ സ്ഫോടനമുണ്ടായി കൊല്ലപ്പെട്ടതും ഈ വ്യക്തി തന്നെയാണ്. നവംബർ 11 പുലർച്ചെ 3 മണി സ്ഫോടനത്തിൽ ഒരു ഭീകരാക്രമണമായി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം ഒരു യോഗം വിളിച്ചുകൂട്ടി. പുലർച്ചെയാണ് ഈ യോഗം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. അതിൽ അമിത്ഷാ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, IB ഡയറക്ടർ പെൻഡേഗ, ദില്ലി പോലീസ് കമ്മീഷണർ സതീഷ് ഗോർച്ചെ, NIA ഡയറക്ടർ സദാനന്ദ് വസന്ത് എന്നിവർ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തു. ജമ്മു കാശ്മീർ DGP നളിൻ പ്രഭാത് വെർച്വലായിട്ടും പങ്കെടുത്തു. തുടർന്ന് 500 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചു. ഈ ഓരോ സംഘത്തിനും, അതായത് 500 അംഗ അന്വേഷണ സംഘത്തെ പലതായി ഡിവൈഡ് ചെയ്ത് ഓരോ സംഘത്തിനും ഓരോ അന്വേഷണ ചുമതലകളും നൽകി. തുടർന്ന് അന്നേ ദിവസം 3 മണിക്ക് രണ്ടാമത്തെ ആഭ്യന്തര സുരക്ഷാ കൗൺസിൽ യോഗം അമിത്ഷാ വിളിച്ചുകൂട്ടി. ഇതോടുകൂടി തന്നെ രാജ്യവ്യാപകമായി റെയ്ഡുകളും ആരംഭിച്ചു. 9-ാം തീയതി നവംബർ 9 എങ്ങനെയാണ് ഈ സ്ഫോടനം നടന്നത് എന്ന് ചോദിച്ചാൽ, നവംബർ 9 രാജ്യവ്യാപകമായി റെയ്ഡ് നടക്കുകയും ഈ ഫരീദാബാദിൽ നിന്ന് 358 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിക്കുകയും ഡോക്ടർമാർ ചിലർ പിടിയിലാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ പ്രതി, ഈ ഉമർ നബി എന്ന് പറയുന്ന ഈ ഡോക്ടർ ഈ സ്ഫോടക വസ്തുക്കളുമായിട്ട് പരിഭ്രാന്തനായി നീങ്ങുകയായിരുന്നു. ഒരുപക്ഷെ അത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയായിരിക്കാം ലക്ഷ്യം. ഏതായാലും ഡിറ്റനേറ്ററുകൾ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായിരുന്നില്ല. അതായിരുന്നു എങ്കിൽ വലിയ രീതിയിൽ തന്നെ ഒരു ചാവേറാക്രമണം സ്ഥിരീകരിക്കാമായിരുന്നു. ഏതായാലും ഈ ഭീകരൻ ഇതുമായി പോകുമ്പോഴാണ് കൊല്ലപ്പെടുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡിൽ താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം ഈ ഭീകരന് ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. ഈ ഫരീദാബാദിൽ നിന്ന് പിന്നീട് നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്ത് 2563 കിലോ സ്ഫോടക വസ്തുക്കൾ. ഇത്രയും സ്ഫോടക വസ്തുക്കളൊക്കെ രാജ്യം തന്നെ തകർക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഈ സംയുക്ത ഓപ്പറേഷനിൽ ഈ ഹരിയാനയിലെ ദൗജ് പ്രദേശത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ഫത്തേപൂർ ടാഗ ഗ്രാമത്തിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ പിടിച്ചെടുത്തത്. ഇവിടെ ഡോക്ടർ മുസാമിൻ ആയിരുന്നു ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്നത്. ഇതിന് പിന്നാലെ ഒരു മൗലവിയെയും കസ്റ്റഡിയിലെടുത്തു. ഇന്ന് മറ്റൊരു മൗലവി കൂടി അറസ്റ്റിലായിട്ടുണ്ട്. നവംബർ 9 ഞായറാഴ്ചയായിരുന്നു ഈ 358 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിക്കുകയും ഡോക്ടർമാർ, വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെ പിടിയിലാകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നീക്കങ്ങൾ നടന്നത്. ഇതുവരെ 6 ഡോക്ടർമാർ പിടിയിലായിട്ടുണ്ട്. 3 പേർ കസ്റ്റഡിയിലാണ്. ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന പുൽവാമ സ്വദേശിയായ ഡോക്ടർ മുഹമ്മദ് ഗനായിയാണ് ഇതിന്റെ പ്രധാന സൂത്രധാരൻ. ഇതേ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന കുൽഗാമിൽ നിന്നുള്ള ഡോക്ടർ അദീൽ അഹമ്മദ് റാവത്ത് സഹാർപൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് AK-47 പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ലക്നൌവിൽ ഡോക്ടർ ഷഹീൻ സയ്യിദ് അറസ്റ്റിലായിട്ടുണ്ട്. ഹൈദരാബാദ് എന്ന് പറയുന്നത് തെലങ്കാനയാണ്. ഹൈദരാബാദിൽ ഡോക്ടർ അഹമ്മദ് മൊയ്തീൻ സയ്യിദിനെ ഗുജറാത്ത് ATS ആണ് പിടികൂടിയിരിക്കുന്നത്. പുൽവാമയിൽ ഡോക്ടർ സജാദ് മാലിക് കസ്റ്റഡിയിലായിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണ രീതിയിൽ രാജ്യവ്യാപകമായി ചെയിനായി സ്ഫോടനം നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു. ദില്ലിയിൽ മാത്രം ചെങ്കോട്ടയ്ക്ക് പിന്നാലെ ഇന്ത്യ ഗേറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്, ഗൗരിശങ്കർ ക്ഷേത്രം, ഒപ്പം തന്നെ ഷോപ്പിംഗ് മാളുകൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവയിലെല്ലാം സ്ഫോടനം നടത്താനായിട്ട് ഇവർ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ അന്വേഷണ സംഘത്തിന്റെ റെയ്ഡ് രാജ്യവ്യാപകമായി നവംബർ 9-ാം തീയതി ആരംഭിക്കുകയും ഇവരുടെ സൂത്രധാരന്മാരായ പല ഡോക്ടർമാർ പിടിയിലാകുകയും ചെയ്തതോടെ ഭീകരർ പരിഭ്രാന്തിയിലാകുകയും തുടർന്ന്
അവർ നടത്തിയ ഒരു നീക്കമാണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് കലാശിച്ചത്. ഏതായാലും രാജ്യവ്യാപകമായി തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഏതാണ്ട് 1550ഓളം പേർ ഈ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് എന്നാണ്. കൂടുതൽ ഡോക്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും അമിത്ഷാ കൃത്യമായി തന്നെ എന്താണ് ആഭ്യന്തര മന്ത്രാലയം ആ ദിവസങ്ങളിൽ, അതായത് നവംബർ 9 മുതൽ 10-നാണ് സ്ഫോടനം നടക്കുന്നത്, നവംബർ 9 മുതൽ 11 വരെ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി തന്നെ അക്കമിട്ട് സമയം സഹിതം ഇപ്പോൾ ഇതാ വെളിപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.